പോലീസ് കഥയ്ക്ക് പറ്റിയ പേരാണോ ഉന്മാദം എന്നുള്ള സംശയം പലർക്കും ഉണ്ടാവാം. ഈ പേര് എവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചാൽ ഉന്മാദം എന്ന് പറഞ്ഞ് MP സജഷൻ വേറെ ആൾ കൂടെ എഴുതിയൊരു പുസ്തകത്തിൽ നിന്നാണ് ഈ പേര് ഓപ്റ്റ് ചെയ്തത്. ചാപ്പറ്റിനൊക്കെ ഒരാൾ വർഷത്തിൽ എത്ര ദിവസമായിരിക്കും കുടുംബമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ ഇഷ്ടം ഒരു കേൾക്കുവാനേക്കാളും കുറച്ചായിരിക്കും. നമ്മൾ പിന്നെ കിട്ടുന്ന ഫാമിലി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സൗമ്യ എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നല്ല ബേബി ഗേളിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ പൊന്മാന്റെ ക്യാരക്ടർ. അത് വളരെ ക്ലീൻ ആയിട്ടുള്ള കാര്യമാണ്. മുമ്പ് ഷാഹിയുമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള 2 പോലീസ് കഥാപാത്രങ്ങൾ 2 സിനിമകളും വ്യത്യസ്തമാണ്. അപ്പൊ അതിൽ നിന്നും എങ്ങനെ ഉന്മാദവും ശല്യവും മാറ്റി നിർത്താം അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ള ശ്രമത്തിന്റെ ഉത്തരമാണ് ഉന്മാദം എന്നുള്ളത്. സാധാരണ ഒരു പോലീസ് കഥയ്ക്ക് പറ്റിയ പേരാണോ ഉന്മാദം എന്നുള്ള സംശയം പലർക്കും ഉണ്ടാവാം. കാരണം നമ്മളൊരു ഓഫീസർ ഓൺ ഡ്യൂട്ടി അല്ലെങ്കിൽ നായാട്ടം എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു എൻഗേജിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഓറിയന്റഡ് ഫീൽ തരുന്ന ഒരു പേരാണ്. പക്ഷെ ഉന്മാദം ആ കാര്യത്തിൽ കുറച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു ടൈറ്റിലുമാണ്, സിനിമയുമാണ്. അതിലെ കഥാപാത്രങ്ങൾ അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഷെല്ലിയുടെ കഥാപാത്രം അങ്ങനെ തന്നെയാണ്. ഷാഹിയുടെ തന്നെ യഥാർത്ഥ ജീവിതത്തിലുള്ള കുറെ ഇൻസിഡൻസ്, പുള്ളിക്ക് അനുഭവമുള്ള പരിചയമുള്ള ആൾക്കാർ, പരിചയമുള്ള പരിസരങ്ങൾ, ഇതെല്ലാം നമ്മൾ കുറച്ചുകൂടെ സിനിമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ചെറിയൊരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഷെല്ലിയുടെ യാത്രകൾ, ഈ പറയുന്ന പോലെ പുള്ളിയുടെ വിചാരങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ, മുമ്പോട്ടുള്ള യാത്രകൾ, ഇപ്പം പുള്ളിയുടെ ഒരു തുടക്കത്തിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ പുള്ളിയുടെ കുടുംബജീവിതത്തിൽ കുറച്ചുകൂടെ ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഭാര്യയാണ്. അല്ലെങ്കിൽ സഹപ്രവർത്തകരാണെങ്കിൽ പോലും പുള്ളിയെ പല കാര്യങ്ങളിലും പിന്നോട്ട് വലിക്കാറുണ്ട്. ഇപ്പൊ സിനിമയുടെ കാര്യം പുള്ളി അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അത് വേണ്ടാന്ന് പറയുകയും അത് മാറ്റി നിർത്താൻ പറയുകയൊക്കെ ചെയ്യുകയോ, അല്ലെങ്കിൽ പുള്ളി ഒരു പുതിയ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു ഫയലിന്റെ കാര്യം ചോദിക്കുമ്പോൾ അത് തുടരുത് എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോഴും പുള്ളിയുടെ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അപ്പൊ അത് വേറൊരു പെർസ്പെക്റ്റീവാണ്. കാരണം എത്ര വലിയ തടസ്സങ്ങളുണ്ടെങ്കിലും തിരിച്ചടികളുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഒരു പാഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് വിജയിക്കും എന്നത് വേറൊരു രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു കഥയും കൂടിയാണ് ഇതിൽ ഉന്മാദവും അല്ലെങ്കിൽ ഷെല്ലി എന്നുള്ള കഥാപാത്രവും. അപ്പൊ ആ രീതിയിൽ അത് കുറച്ച് വേറിട്ട് നിൽക്കുന്ന സിനിമയുമാണ്, കഥാപാത്രവുമാണ്. ഈ പറയുന്ന നമുക്ക് സിനിമയെ കുറിച്ചൊന്നും പറയാൻ പറ്റാത്ത, അല്ലെ എന്ത് പറഞ്ഞാലും സ്പോയിലർ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഉന്മാദം എന്ന് ഇടുന്ന പേര് തന്നെ ക്ലിയർലി ഇതൊരു പോലീസ് പ്രൊസീജിയറൽ ഇൻവെസ്റ്റിഗേഷൻ കുറ്റാന്വേഷണ സിനിമ അല്ല എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. ഇത് ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ പേര് എവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചാൽ ഉന്മാദം എന്ന് പറഞ്ഞ് MP സജഷൻ വേറെ ആൾ കൂടെ എഴുതിയൊരു പുസ്തകത്തിൽ നിന്നാണ് ഈ പേര് ഓപ്റ്റ് ചെയ്തത്. അതിന്റെ തന്നെ പ്രധാന കാരണം ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകള്, സാഹിത്യകാരന്മാര്, പോയിറ്റ്സ്, ഇങ്ങനെയുള്ള ഒരു ഭ്രാന്തുള്ളവരുടെ അവരുടെ ഭ്രാന്തിനെ കുറിച്ചായിരുന്നു ആ പുസ്തകം. സോഫാർ ഇത് എനിക്ക് തോന്നുന്നു, ചില റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട് ഓക്കെ അത് അവരുടെ പ്രശ്നമാണ് നമുക്ക് പറയാം. ഇത് ആക്ച്വലി ഒരു എഴുത്തുകാരന്റെ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഈ സിനിമ. ആക്ച്വലി ഇതൊരു പോലീസ് സ്റ്റേജിൽ വന്നപ്പോൾ ഒരു ഭയങ്കര ഹൈ എൻഡ് കുറ്റാന്വേഷണം, അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി നമ്മുടെ ഹൊററിനൊക്കെ ഫീൽ ചെയ്തതല്ല, നമ്മളതൊരു കുറ്റാന്വേഷണ സിനിമയായിട്ടല്ല കണ്ടത്, കുറച്ചൊരു സൈക്കോളജിക്കൽ പടമായിട്ടാണ് കണ്ടത്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നതിന് എനിക്ക് തോന്നുന്നു ജോസഫ് ഇറങ്ങിയ ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ ഇരിക്കുന്നത്. എഴുത്തുകാരനും അയാൾ എഴുതുന്ന കഥയും രണ്ടാണ്. അതിനൊരു റിയാലിറ്റി ഇല്ല, ഭയങ്കര ഫിക്ഷണലൈസ്ഡ് ആണ് എന്ന് പറയേണ്ടത്. കാരണം ഞാൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ ജോസഫ് എന്ന് പറഞ്ഞ സിനിമ എഴുതി കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിചാരിച്ചത് റിയലാണ്. ആൾക്കാരെ കൊണ്ടുപോയി വണ്ടി ഇടിച്ച് തലച്ചോറ് തല്ലി പൊട്ടിച്ച് ബ്രെയിൻ ഡെഡ് ആക്കി ഓർഗൻ എടുക്കാന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചത്. ഒരു ചായക്കടയിൽ വെച്ച് ഞാൻ തന്നെ കേൾക്കുമ്പോഴാണ് രസം. വയനാട്ടിൽ ഒരു ചായക്കടയിൽ ഇരിക്കാൻ നേരം ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടായപ്പോൾ 2 പേര് പറയാണ് അത് റിയലാണ്. കാരണം അതൊരു എഴുതിയത് പോലീസുകാരനല്ലേ, ഞാൻ അടുത്തിരിക്കുന്നത്, ഇത് ഫേക്കാണെന്ന് അറിയാതെ ഞാനാണ്. അപ്പൊ അങ്ങനെ ഒരു തോട്ട് വന്നപ്പം എഴുത്തുകാരനും കഥയും രണ്ടാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആക്ച്വലി ഉന്മാദം എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത്. എല്ലാ സിനിമയിലും കുറച്ചൊക്കെ ഒരു എഴുത്തുകാരൻ ഉണ്ടാവും, എല്ലാം ആണെന്നല്ല അതിന്റെ അർത്ഥം. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും സിനിമാക്കാരുടെ ഒരു ഇത് വേഷം പറയുന്നുണ്ട്. അതായത് നായകൻ പറയാൻ പറ്റില്ല, കുഴപ്പമില്ല പറഞ്ഞോളൂ. നാട്ടുകാരെ കാണുന്നതിനൊക്കെയാണ് സിനിമാക്കാരെ വീട്ടുകാരെ കാണുന്നതെന്നുള്ള എനിക്ക് ഉദ്ദേശിച്ചത്. അല്ല, അത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഡയലോഗാണ്. ആൾക്കാരുടെ കാഴ്ചപ്പാട് ഭയങ്കര ഡിഫറെന്റ്. നമ്മൾ എത്ര സ്ട്രെസ്സിലൂടെയാണ് എത്ര പെയിനിലൂടെയാണ് കടന്നു പോകുന്നത്, നമ്മൾ എന്തൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ സിനിമയിൽ നിൽക്കുന്നത്. ഇപ്പം ഓക്കെ, ഞാൻ ഇപ്പൊ ചാപ്പറ്റിനൊക്കെ ഒരാള് വർഷത്തിൽ എത്ര ദിവസമായിരിക്കും കുടുംബമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ ഇഷ്ടം. ഒരു ഗൾഫുകാരനേക്കാളും കുറച്ചായിരിക്കും. ഗൾഫിലുള്ളവർക്ക് 2 മാസമെങ്കിലും ലീവ് കിട്ടും. നമ്മള് ഇത് എന്തായാലും ഡിഫറെന്റ് ആയിട്ട് ഫാമിലി ആയിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ
ലിജോമോൾക്കും അങ്ങനെയായിരിക്കും. ഏറെക്കുറെ ഫാമിലിയായിട്ട് ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മൾ ഈ പ്രൊഫഷനെ ഡീൽ ചെയ്യേണ്ടി വരുന്നത്. നമ്മള് പിന്നെ കിട്ടുന്ന ഫാമിലി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല, എന്താ പറയാ, ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറെ നാള് ഫാമിലിയുടെ കൂടെ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന ആളാണ്. അതുകൊണ്ട് ഫാമിലി തന്നെ ചോദിക്കാൻ തുടങ്ങി പണിക്ക് പോകുന്നില്ലല്ലോ. ഇത് ഈ ഒരു ഫേസ് എന്ന് പറയുന്ന ഒരു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു കാര്യം തന്നെയാണ്. പലരും സിനിമയിലേക്ക് വരുന്ന ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ആയിട്ടാണ്. അതിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് വിജയിക്കുന്നത്. കുറെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലര് സ്ട്രഗിൾ ചെയ്തിട്ട് പോലും വിജയിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ എന്റെ ഒരു കുടുംബത്തിന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ, എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അത്രയും ഒരു സക്സസ് എന്റെ ഫാദറിന് കിട്ടിയിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ അപ്പൻ സിനിമയിൽ അപ്പന്റെ സിനിമയിൽ നിന്ന് ലഭിച്ച കുറച്ച് ദുരനുഭവങ്ങൾ എന്റെ ഫാമിലി എന്റെ ചെറുപ്പകാലത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വീണ്ടും സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ആളല്ലേ, പക്ഷെ വീണ്ടും സിനിമയിലേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നു അപ്പന്റെ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണം ആയിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു യാത്രയായിരിക്കാം ഞാനിപ്പോൾ എനിക്കിപ്പോൾ കിട്ടുന്ന ഒരു റെക്കഗ്നിഷനും ഒരു അംഗീകാരവും ഈ സ്നേഹവും എല്ലാം, സിനിമ അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഉൾപ്പെടെ. അപ്പൊ അതൊക്കെ ചിലപ്പോൾ ഒരു ജനറേഷൻ ചേഞ്ചിലും ചിലപ്പോൾ ആ ഒരു കാര്യം സംഭവിച്ചേക്കാം. തനിക്ക് പറ്റിയില്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് ചിലപ്പോൾ ആ ഒരു ഭാഗ്യം ലഭിച്ചേക്കാം. അപ്പൊ അങ്ങനെ വിശ്വസിച്ച് വരുന്ന ആൾക്കാരുണ്ട്, അതിനുവേണ്ടി സ്ട്രെയിൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വിജയം ഉണ്ടാവും. അത് അൾട്ടിമേറ്റ്ലി അവിടം വരെ പോകാനുള്ള ക്ഷമയും ഒരു 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 ധൈര്യവും കൂടെ വേണം എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ രീതിയിൽ ഈ ഉന്മാദത്തിലെ ഷെല്ലിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ പോലും നോക്കുകയാണെങ്കിൽ, പലരും വലിക്കുമ്പോഴും അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുമ്പോഴും ഷെല്ലി എന്ന വ്യക്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥനപ്പുറം സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് നടന്നിരുന്ന ഷെല്ലി എന്ന കഥാകൃത്ത്, അദ്ദേഹത്തിന്റെ ഒരു പരിണാമം, ഒരു യാത്ര ആണ് ശരിക്കും ഉന്മാദം. ഒരു കോപ്പ് മിസ്റ്ററി ത്രില്ലർ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിനപ്പുറം കുറച്ചുകൂടി മാനുഷികമായിട്ടുള്ള നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കഥാപാത്രം, കഥാപരിസരവുമാണ് ഷെല്ലിയും ഉന്മാദവും. ഉണ്ടെങ്കിൽ ഇതില് എന്താ പറയാ, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഉള്ള യാത്ര നടത്തിയത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ വേദിയിൽ നിങ്ങളോട് എല്ലാവരോടും സംവേദിക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ല ഞാൻ ചെയ്യുന്നത് മാത്രം ശരി, എന്റെ ചിന്തകൾ മാത്രമാണ് കറക്റ്റ്, അത് ബാക്കിയുള്ളവരൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ നോക്കാതെ ആരിൽ നിന്നൊക്കെ എന്തൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ അതൊക്കെ ഉൾക്കൊണ്ട്, തെറ്റുകളുണ്ടായിട്ടുണ്ട്, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്നെല്ലാം ഒരു പരിധി വരെ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് മുമ്പോട്ടുള്ള യാത്ര നടത്തുകയാണ്. പക്ഷെ എന്നാലും നമ്മൾ എക്സ്പീരിയൻസ് എടുക്കും. ഏതെങ്കിലും രീതിയിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഓപ്ഷനുകളിൽ ഏറ്റവും നല്ലത് നമുക്ക് ലഭിക്കുന്ന ഓപ്ഷനുകളിൽ ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുക, നമ്മൾ ചെയ്യുക. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഉന്മാദത്തിൽ വന്ന് നിൽക്കുമ്പോൾ ചോക്ലേറ്റ് എന്നുള്ളൊരു പേര് തന്നെ വേണ്ട എന്ന്, അല്ലെങ്കിൽ അപ്രസക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കാലത്തിനനുസരിച്ചുള്ള, പ്രായത്തിനനുസരിച്ചുള്ള സ്വഭാവത്തിനും, അല്ലെങ്കിൽ ആൾക്കാരെ എന്നെ ഇപ്പോഴെങ്ങനെ കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള റൊമാൻസും ഫണ്ണും പരിപാടികളെല്ലാം എന്തായാലും നമ്മൾ പിടിക്കും. അത് ആരാണെങ്കിലും, ഏതൊരു അഭിനേതാവാണെങ്കിലും അതിനെ ശ്രമിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ സോകോൾ ഇത്ര ഇന്റൻസ് അല്ലാത്ത, ചിലപ്പോൾ കുറച്ചും കൂടെ കാഷ്വലായിട്ട് കണ്ട് ജസ്റ്റ് ഒരു സിനിമ കണ്ടു പോവുക, ഒരു സിനിമ കണ്ട് ആസ്വദിച്ചു പോവുക എന്നുള്ള രീതിയിലുള്ള സിനിമകളും കഥാപാത്രങ്ങളും ഇനിയും ഉണ്ടാവും. അതിൽ അങ്ങനെ സംശയം തോന്നുന്ന കാര്യമില്ല. പക്ഷെ പഴയ അനീത്തപ്പുറവ്, പഴയ ചോക്ലേറ്റ്, പഴയ ചാക്കോച്ചൻ അത് എന്തായാലും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു സിനിമയുടെ ഉന്മാദത്തിന്റെ പ്രൊമോഷന്റെ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ അടുത്ത കാലങ്ങളിലായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷൻസ് കൂടി കടന്നു പോകുന്ന, അല്ലെങ്കിൽ കുറെ അധികം ഇമോഷൻസ് ഹോൾഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ ഇതൊന്നും ഒന്നിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ക്യാരക്ടേഴ്സും അല്ല. ഇപ്പൊ ഞാൻ ഉന്മാദത്തിൽ ചെയ്തിരിക്കുന്ന, നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, സൗമ്യ എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നല്ല ബേബി ഗേളിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ, അല്ലെങ്കിൽ പൊന്മാനിലെ ക്യാരക്ടർ.
ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഈ പറയുന്ന ഇമോഷൻസ് അവർ അങ്ങനത്തെ ഇമോഷൻസിൽ കൂടെ കടന്നു പോകാനുള്ള കാരണങ്ങൾ ഡിഫറെന്റ് ആണ്, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത്, എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്കും തോന്നിയ ഒരു കാര്യം, ഈ സിനിമകളിലൊക്കെയും ചിരി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് വളരെ കുറവാണ്. അപ്പം എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. പക്ഷെ ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും എപ്പോഴും പറയാറുണ്ട് എനിക്കും ലൈറ്റർ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ലൈറ്റർ സിനിമകളുടെ ഭാഗമാകാൻ ആഗ്രഹമുണ്ടെന്ന്. പിന്നെ എനിക്ക് ഒരു വിയോജിപ്പ് ഈ ഒരു സിനിമയിലുള്ളത്, ഞാൻ ഒരു വളരെ ചെറിയൊരു ലൈറ്റർ മൂമെന്റ് ഉണ്ടായിരുന്നു, കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ലൈറ്റർ സീൻ ഇതിലില്ല ഇന്ന് ഞാൻ സിനിമ കണ്ടപ്പോ. അപ്പൊ അതും കൂടി പറയാം. അതെന്തായാലും നമുക്ക് അപ്പൊ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. എല്ലാ ആക്ടേഴ്സിനും ഉള്ള പോലെ തന്നെ എല്ലാ ജോണേഴ്സിലും ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. ഇപ്പൊ കാത്തിരിക്കുകയാണ്. ഞാൻ എല്ലാ ഇന്റർവ്യൂസിനും അത് പറയാറുണ്ട്.